അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച രാവാണ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത്. മുത്ത് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയെ നമ്മൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് എന്ന്. 3 ലക്ഷത്തിൽ പരം ആപത്തുകളും മുസീബത്തുകളും അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെടുന്ന രാവും പകലുമാണ് ഇന്നത്തെ ഈ ഒരു മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന രാവും നാളത്തെ ബുധനാഴ്ചയുടെ പകലും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇറക്കപ്പെടുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഒരു വർഷത്തേക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ രാവിലെ നമ്മളെല്ലാവരും ചൊല്ലേണ്ട ഏതാനും ചില ദിക്റുകളും സൂറത്തുകളെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇന്ന് മഗ്‌രിബ് ബാങ്കോട് കൂടി സഫറിലെ അവസാനത്തെ ബുധനാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് 20 തവണ സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾ ചൊല്ലുക. സലാത്തുൽ ഫാത്തിഹ 20 വട്ടം ചൊല്ലിയതിന് ശേഷം 129 വട്ടം യാ ലത്തീഫ് യാ അല്ലാ എന്നത് നിങ്ങൾ ചൊല്ലുക. അതിനുശേഷം 450 വട്ടം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നത് കൂടെ നിങ്ങൾ ചൊല്ലുക. അവസാനം വീണ്ടും നിങ്ങൾ 20 വട്ടം സലാത്തുൽ ഫാത്തിഹ നിങ്ങൾ ചൊല്ലിത്തീർക്കുക. ഇന്നത്തെ രാവിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുറ പോലെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല സഫറിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയിൽ ഇറക്കപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇനി സഫറിൻ്റെ പകലിൽ സഫർ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറയുന്ന നാളത്തെ പകലിൽ നമ്മൾ ചെയ്യേണ്ടത് സൂറത്ത് യാസീൻ 1 വട്ടം ഓതുക. സൂറത്ത് യാസീൻ ഓതുമ്പോൾ 58-ാമത്തെ ആയത്തായ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നതിനെ 313 തവണ മടക്കി ഓതുക, അതായത് ആവർത്തിച്ച് ഓതുക. അതിനുശേഷം ബാക്കി വരുന്ന യാസീൻ സൂറത്തിനെ നിങ്ങൾ പൂർത്തീകരിക്കുകയും അള്ളാഹുവിനോട് നിങ്ങൾ കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് ഇറക്കപ്പെടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലാഹു തആല ഇല്ലാതെയാക്കുകയും എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.